വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് വേണ്ടി നാട് ഒന്നിക്കുമ്പോൾ KPCCയുടെ നിർദ്ദേശപ്രകാരം സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 402ഓളം പേർ മരണപ്പെടുകയും ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ വയനാടിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കേരളം കൈകോർക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ KPCC സംസ്ഥാനത്തെ കോൺഗ്രസ് ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCCയുടെ ഈ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് KPCCക്കൊപ്പം നിലകൊള്ളുമെന്ന് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നമ്മളെ ആകെ ഞെട്ടിച്ച വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പാർട്ടി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിന് പീരുമേട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സന്നദ്ധരായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ആളുകളുടെ ഒരുപാട് ബന്ധുക്കൾ പീരുമേട് മേഖലയിൽ പട്ടുമലയിലും അതുപോലെയുള്ള ഈ പ്രദേശത്തെ എസ്റ്റേറ്റുകളിലുമൊക്കെയുണ്ട്. അവർ എല്ലാം തന്നെ ആ പ്രദേശവുമായി നിരന്തരമായി ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. അതിനുവേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന മുഴുവൻ പ്രവർത്തന പരിപാടികളും സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമടക്കമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടുവെന്നും ഈ വർഷത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സമുചിതമായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായും KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ്, കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K രാജൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ, നേതാക്കളായ അമൽ ജോസഫ്, ബിനീഷ് K, അനൂപ് ചേലക്കൽ, PK ശശി തുടങ്ങിയവർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമൃതേന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ: ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.